അയ്യപ്പൻ്റെ തിരുവാഭരണ ഘോഷയാത്ര കടന്നു പോകുന്ന പാതയാണിത്. ഒരു പുതിയകാവ് ദേവീക്ഷേത്രത്തിനടുത്ത് ഉള്ള മാറക്കര ജംഗ്ഷനാണ്. മാറക്കര എന്ന് പറയുന്ന പഴയ കുടുംബമാണ്. അവിടെ 3 വീടുകളാണുള്ളത്. ഇവർ പതിവായി എല്ലാ വർഷവും നടത്തിപ്പോരുന്ന വള്ളംകുടി ഇവിടെ പതിവായി ഈ പ്രാവശ്യവും നടക്കുകയാണ്. അതിനുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ കാണുന്നത് അയ്യപ്പന്മാർക്ക് ചുക്ക് കാപ്പി, നല്ല കടുപ്പത്തിലുള്ള ചുക്ക് കാപ്പി ഞാനും രുചിച്ച് നോക്കി. അതുപോലെ ഇലയപ്പം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുക്കുന്നത്. അതായത് അവരുടെ പ്രയത്നം ഇതിൻ്റെ പിന്നിൽ വളരെ വലുതാണ്. കാരണം ഈ 3 വീടുകൾ അടങ്ങുന്ന ഈ കുടുംബം എല്ലാ വർഷവും പതിവ് തെറ്റിക്കാതെ അത് നടത്തിപ്പോരുന്നു. പാചകക്കാരെ വെച്ചൊക്കെയാണ് നടത്തുന്നത്. അവിടെ പാചകം നടക്കുന്നുണ്ട്. ഒരു വശത്ത് ധാരാളം കാൽനടയായി നടന്നു വരുന്ന, ചെരുപ്പ് പോലും ഇല്ലാതെ നടന്നു വരുന്ന അയ്യപ്പന്മാർ, കുട്ടികളെ, അതായത് കന്നി അയ്യപ്പന്മാരായിട്ടും കൊച്ചുകുട്ടികളും ഒക്കെ സ്വാമിമാരായിട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെ. അത് വളരെ ആവേശം ജനിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. ഈ 3 വീടുകളും അതിനുവേണ്ടി വളരെയധികം ഈ ഒരു ദിവസത്തിനു വേണ്ടി ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. അവരുടെ ആ ഒരു സേവനം, ആ ഒരു മനസ്സ് നമുക്ക് സ്തുതിക്കാതെ വയ്യ. ഇതാ കടന്നു വരുന്ന അയ്യപ്പന്മാർ, അവർ പാദബലന്ത, ദേഹബലന്ത എന്നൊക്കെ പാടി ഉച്ചത്തിൽ തന്നെയാണ് വരുന്നത്. അങ്ങനെ ഈ പാത നേരെ കടന്നു പോകുന്നത് എരുമേലി വഴിക്കും പോകാം. സ്വാമി ശരണം. വെള്ളംകുടി എത്ര മണിക്കാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞേ. വെള്ളംകുടി എത്ര മണിക്കാണ് തുടങ്ങുന്നത്? വെള്ളംകുടി തുടങ്ങുന്നത് എത്ര മണിക്കാണ്? ഇവിടുത്തെ തുടങ്ങി. അവിടെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? സ്വാമിയെ ശരണയ്യപ്പൻ. മാളികപ്പുറങ്ങളൊക്കെ പോകുന്നതാണ്ട. ഇത് ഇവിടെ എത്ര മണിക്കാണ് തുടങ്ങിയെന്നാ പറഞ്ഞത്? എത്ര മണിക്കാണ് തുടങ്ങി? ഇന്ന് ഉച്ചയ്ക്ക് 3:30 ഇവിടെ ഈ വെള്ളംകുടി തുടങ്ങിയിരിക്കുകയാണ്. ഇതുവഴി പതിവായി എല്ലാ വർഷവും കടന്നു വരുന്ന അയ്യപ്പ ഭക്തർക്ക് ഒരുക്കുന്ന വഴിപാടാണ്. അയ്യപ്പന് വേണ്ടി അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർക്ക് വേണ്ടി ഇവിടെ 3 കുടുംബങ്ങൾ ഒന്നിച്ചാണ് ഇത് നടത്തുന്നത്. ഇതൊക്കെ ആണ് ഇവിടെ അയ്യപ്പന്മാർക്ക് വള്ളംകുടി സമയത്ത് വഴിപാടായി നടത്തി കൊടുക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊക്കെയാണ് അപ്പം. പിന്നെ അവർക്ക് കൊടുക്കുന്ന ചുക്ക് കാപ്പിയാണ് കാണുന്നത്. തിളച്ച് ഇങ്ങനെ നിൽക്കുന്ന ചുക്ക് കാപ്പിയാണ്. ഒരു കപ്പ് ചുക്ക് കാപ്പി. ഇദ്ദേഹമാണ് എൻ്റെ പാചകം അല്ലെങ്കിൽ ഇവിടുത്തെ നടത്തിപ്പ്. ഇദ്ദേഹമാണ്. കുറച്ചുണ്ട്. ഈ വർഷം പിന്നെ ഇപ്പം ഇത് തുടങ്ങിയ പിന്നെ ഉച്ചയ്ക്ക് തുടങ്ങിയല്ലോ. അപ്പോൾ ധാരാളം പേര് വന്ന് കഴിച്ചു കുടിച്ചു പോയി. അയ്യപ്പന്മാർ വന്നുകൊണ്ടിരിക്കുക. തിരുവാഭരണം കടന്നു പോകുമ്പോൾ ഇവിടെ ഉണ്ടല്ലോ. അവിടെ ഉണ്ട്. ഈ സ്വാമി ചെരുപ്പിടാതെ എത്ര ദൂരം വന്നു? ചെരുപ്പിടാതെ എവിടുന്നാ വരുന്നത്? കായംകുളത്ത് വീട്. കായംകുളത്തു നിന്ന് 40 കിലോമീറ്ററുകൾ കൂടുതൽ താണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ് ഈ സ്വാമി. എത്ര വർഷമായി ശബരിമലയ്ക്ക് പോകുന്നു? 2-3 വർഷമായിട്ട് ശബരിമലയ്ക്ക് പോകുന്നു. ഈ നടപ്പിൽ നടന്ന് ചെരുപ്പ് ഇടാതെ അവിടെ വരെ. ഇതാണ് 17 ചെരുപ്പിടാതാ പോകും. നിങ്ങൾ എല്ലാ വർഷവും ചെരുപ്പിടാതാണ് ഈ കുട്ടി? എത്ര വയസ്സുണ്ട് മോനെ? അല്ല പ്രായം 18 വയസ്സ്. മോനെ എത്ര വയസ്സാ? സ്വാമി മോനല്ല, സ്വാമി. ഈ കുട്ടി സ്വാമിമാര് ഇവർക്ക് 25 വയസ്സും 18 വയസ്സും ഒക്കെയാണ്. അതെ,
സ്വാമി സ്വാമി ശരണം. കണ്ട ഇങ്ങനെയാണ് പോകുന്നത്. ശബരിമലയ്ക്ക് അവരെ വളരെ ആസ്വദിച്ച് അയ്യപ്പനെ ധ്യാനിച്ചല്ലേ, പ്രാർത്ഥിച്ച് വിളിച്ച് ഇങ്ങനെ സന്തോഷമായിട്ട് കളിച്ചാണ് പോകുന്നത്. സ്വാമി ശരണം. പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ അന്നദാനം കഴിച്ചോ? സദ്യ എങ്ങനെ ഇരുന്നു? ക്ഷേമമായിരുന്നു. ഇവിടുന്ന് ചുക്ക് കാപ്പി കുടിക്കാം കേട്ടോ. ആ വർഷവും പതിവായി നടക്കുന്ന ഈ ഒരു പ്രയത്നത്തിൽ ഇവരൊക്കെ ഭാഗഭാക്കാണ്. ഇലയൊക്കെ ഒരുക്കുന്നു. അതുപോലെ ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അപ്പം മടക്കി വെച്ചിരിക്കുന്നു. പാചകമൊക്കെ ഇവിടെ തന്നെയാണ്, അവരുടെ വീട്ടുമുറ്റത്ത് തന്നെയാണ്. ബിജു മാറക്കര, ഇദ്ദേഹം ഇവിടുത്തെ ഒരു പുതിയ തലമുറക്കാരനാണെന്ന് തന്നെ പറയാം അല്ലേ? അല്ല, പഴയ തലമുറക്കാരനാണ്. എന്നാലും ഈ പ്രയത്നം എത്ര വർഷമായി നടക്കുന്നു എന്ന് ഓർമ്മയുണ്ടോ? 28 വർഷമായി ഈ പ്രയത്നം നടക്കുന്നു. ഇവിടെ സൗജന്യമായി ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം കുടി, അത് അപ്പം, ചുക്ക് കാപ്പി കേമമായിരുന്നു. ഞാൻ കുടിച്ചു. സ്വാമിയേ ശരണമയ്യ. എങ്ങനെ ഇരിക്കുന്നു? സ്വാമി ശരണം. അല്ലേ, ഇപ്പോൾ രണ്ടാമത് ഡ്രസ് ചെയ്തോ? ഇദ്ദേഹം ഇവിടുത്തെ ഒരു ജ്യേഷ്ഠന്മാരിൽ ഒരാളാണ്. ഇവിടെ ഈ 3 കുടുംബങ്ങളാണ് ചേർന്ന് നടത്തുന്ന അടുത്തടുത്ത 3 കുടുംബങ്ങളാണ്. എല്ലാം ഉറപ്പിക്കും. അതുൽ കൃഷ്ണ മാറക്കര, ഇദ്ദേഹം ഇളയ തലമുറക്കാരനാണ്, അതായത് പുതിയ തലമുറ എന്ന് പറയും. അദ്ദേഹവും ഇവിടെ കാര്യമായ പ്രയത്നത്തിലാണ്. സ്വാമി ശരണം. സ്വാമി ശരണമയ്യപ്പ. ഇവിടെ അയ്യപ്പന്മാർ വിരിവെച്ച് കിടന്നുറങ്ങുകയും വിശ്രമിക്കുകയും ചെയ്യുന്നു. പുതിയകാവ് ദേവി ക്ഷേത്രം ഇവിടെയാണ്. തിരുവാഭരണം ദർശനത്തിനായി വെക്കുന്ന സേവാഭാരതിയുടെ കൗണ്ടറുണ്ട്. അവരുടെ ആംബുലൻസും സർവ്വസമയം പ്രവർത്തിക്കുന്നു. 4 വർഷമായി തുടർച്ചയായി അവർ സേവനം ചെയ്യുന്നു. പമ്പയാറിൻ്റെ പെരുമാറിൽ ഇവിടെ വെള്ളം കുറവാണ്. അയ്യപ്പന്മാർ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അന്നദാനം കഴിഞ്ഞ് കുളി കഴിഞ്ഞ് അവർ തിരിച്ച് ശബരിമലയിലേക്ക് യാത്രയാവും. സ്വാമി ശരണമയ്യപ്പ.